നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്ന്. ആദ്യം തന്നെ ഒരുപാട് നന്ദി പറയട്ടെ. കാരണം ഒരുപാട് ആൾക്കാർ, നമ്മുടെ സഹോദരി സഹോദരങ്ങളായിട്ടുള്ള, എന്നെ ഇന്ന് വരെ അറിയ പോലും ചെയ്യാത്ത ആൾക്കാർ ഞാൻ ഇസ്രയേലിലാണെന്ന് പറഞ്ഞിട്ട് സേഫ് ആണോ, എങ്ങനെയുണ്ട് അവിടുത്തെ സ്ഥിതിഗതികൾ എന്നൊക്കെ അന്വേഷിച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ സ്നേഹത്തിന് ഒത്തിരി നന്ദി കേട്ടോ. ദൈവം അനുഗ്രഹിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. അവിടെ യുദ്ധാന്തരീക്ഷമാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ അത്രയേറെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഹാപ്പി ആയിട്ട് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. ഇവിടുത്തെ നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് നമ്മൾ യുദ്ധ സാഹചര്യത്തിൽ പാലിക്കേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായി പാലിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് വലിയ ഒരു ഡാമേജോ കാര്യങ്ങളോ തന്നെ ഒന്നും തന്നെ ഇല്ല. എല്ലാവരും സേഫ്റ്റി റൂമിൽ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം സൈറനോ അലാമോ ഒന്നും തന്നെ വന്നിട്ടില്ല. നമുക്ക് ഹോം ഫ്രണ്ട് കമാൻഡിൽ നിന്നും റെഡ് അലർട്ട് പോലെയുള്ള ആപ്ലിക്കേഷൻസിൽ നിന്നും കൃത്യസമയത്ത് കൃത്യമായ വിവരങ്ങൾ തരുന്നുണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ അതെല്ലാം പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത്രയേറെ സുരക്ഷയാണ് നമുക്ക് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം തരുന്നത്. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിവിടെ ജോലി ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ ഫോറിനേഴ്സ് ആണ്. മറ്റൊരു രാജ്യത്ത് വന്ന് ജോലി ചെയ്യുമ്പോൾ ഈ രാജ്യം നമുക്ക് നൽകുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. കൃത്യമായിട്ട് അവർ മെസ്സേജിലൂടെ നമുക്കത് അറിയിക്കുന്നുണ്ട്. കാരണം ഇത്രയും ക്രൂഷ്യലായ ഒരു സിറ്റുവേഷനിൽ ഇവിടുത്തെ എൽഡർലി പീപ്പിളിനെ കെയർ ചെയ്യുന്ന കെയർ ഗീവർ എന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. പ്രായമായ അമ്മയും അച്ഛന്മാരെയൊക്കെ നോക്കുന്ന ഒരുപാട് നഴ്സുമാർ ഇവിടെ ഉണ്ട്. അവരെല്ലാരും അവരുടെ ഡ്യൂട്ടി വളരെ പെർഫെക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. അവനവന്റെ ജീവിതത്തെക്കാട്ടിലുപരി നമ്മൾ മറ്റൊരാളുടെ ലൈഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇവിടെ കൂടുതലും എല്ലാവരും നിൽക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവനെ മുറുകെ പിടിക്കുന്നതിനെക്കാട്ടിലുപരി മറ്റൊരാളുടെ ജീവൻ ആ ഒരു സമയത്ത് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതെല്ലാരും നമ്മൾ അത്രത്തോളം ഭംഗിയായിട്ടും കൃത്യതയോടെയും ചെയ്യുന്നുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ കെയർ ഗീവേഴ്സിനും നമോവാകം, അത്രേ പറയാനുള്ളൂ കേട്ടോ. ഈ ഒരു സിറ്റുവേഷനിലും ഗവൺമെന്റ് നമ്മൾ എത്രത്തോളം ചേർത്ത് നിർത്തുന്നുണ്ട്. ഏജൻസികളിൽ നിന്ന് കൃത്യമായ അപ്ഡേഷൻസിൽ നമ്മൾ വരുന്നുണ്ട്. ആ രാജ്യം നമ്മളെ ഇവിടുത്തെ സിവിലിയൻസിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അതിനേക്കാൾ ഒരുപടി മുകളിലെന്ന് പറയാൻ നമുക്ക് എത്രത്തോളം ആദരവ് ഇവർ തരുന്നുണ്ട് കേട്ടോ. ഒത്തിരി നന്ദി. താങ്ക്സ് ടു ഇസ്രായേൽ. പിന്നെ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് നാട്ടിലെ മാധ്യമങ്ങളോടാണ്. പൊട്ടക്കിണറ്റിലെ ഈ തവളകൾ കിടന്ന് ഗീർവാണം വിടുന്നത് പോലെ ഇപ്പൊ ഇവിടെ എന്തെയോ സംഭവിക്കും. ഇവിടുത്തെ കേരളക്കാരല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വന്ന കെയർ ഗിവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് വർക്കേഴ്സ് ആണെങ്കിൽ പോലും അവർ ഇവിടെയൊക്കെ ഭയങ്കര കഷ്ടപ്പാടിലാണ്. ഭയങ്കരമായിട്ട് കരഞ്ഞ് കാഹളം മുഴക്കി ഭയങ്കരമായിട്ട് നിലവിളിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നെന്ന് പറഞ്ഞു കൂട്ടുന്ന മാധ്യമങ്ങളോടാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ കൃത്യമായിട്ട് ഇവിടെയുള്ളവരോട് ചോദിക്കുക. അല്ലാതെ വെറുതെ നിങ്ങൾക്ക് വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് നാട്ടിലിരിക്കുന്ന കുടുംബക്കാരെയും വീട്ടുകാരെയും എന്തിനാണ് നിങ്ങളിങ്ങനെ പാനിക് ാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ആദരണീയനായ നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കെട്ടിടം പൂർണ്ണമായിട്ടും തകർന്നു. അദ്ദേഹം ഒളിവിൽ പോയി, അദ്ദേഹം ഇല്ലാണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ, ഒരുപാട് ആവശ്യമില്ലാത്ത നുണപ്രചരണങ്ങളൊക്കെ പ്രചരിപ്പിക്കേണ്ടത് ഇതൊന്നും സത്യമല്ല. ദൈവാനുഗ്രഹത്താൽ ആയുരാരോഗ്യ സൗഖ്യത്തോടെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾ നാട്ടിലെ മാധ്യമങ്ങളെ ആശ്രയിക്കാണ്ട് ഇന്റർനാഷണൽ ന്യൂസുകളിൽ ലൈവ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, അത് കാണുക. ലൈവിൽ അദ്ദേഹം വരുന്നുണ്ട്. ബെത്ഷമേഷ് എന്ന് പറഞ്ഞിട്ട് ജെറുസലേമിന് തൊട്ടടുത്തായിട്ട് ബെത്ഷമേഷിൽ ഒരു കെട്ടിടം തകർന്നു വീണിട്ട് 9 ആളുകൾ മരിക്കുകയുണ്ടായി. അത് നമുക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം പിന്നെ നിങ്ങൾ നോക്കിയാൽ മതിയായ ലൈവ് പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. അദ്ദേഹം അവിടെ വന്നിട്ട് ആ ആളുകൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന, അദ്ദേഹം വിഷമത്തോടു കൂടി ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി ലൈവാണ്. അപ്പൊ അതിങ്ങനെ നമ്മൾ നവമാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ പറയുന്നുണ്ട് ഇത് പഴയ വീഡിയോ ആണ്, പഴയത് എടുത്തിട്ട് ഇപ്പൊ ഇത് ചെയ്യണം, അദ്ദേഹം ജീവനോടെ ഇരിപ്പില്ല എന്ന്. പക്ഷെ ദൈവം എന്ന് പറയുന്നത് വലിയൊരു ശക്തി മുകളിലുണ്ട്. എക്കാലവും തീവ്രവാദം നശിക്കട്ടെ, തീവ്രവാദം തുലയട്ടെ. തീവ്രവാദം മുറുകെ പിടിക്കുന്ന എല്ലാ ലോക നേതാക്കളും ഇന്ന് പടമായ ചരിത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. പലരും ഇപ്പൊ പടമായല്ലോ. അതായത് ഇസ്രയേലും നമ്മുടെ അമേരിക്കയും ചേർന്നിട്ടുള്ള സഖ്യമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തില് ഖമേനിയെ പോലുള്ള തീവ്രവാദി ജിഹാദി നേതാക്കളൊക്കെ പടമായത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോ ദൈവശക്തി എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് മുകളിൽ, ഇതിനെല്ലാം നോക്കിക്കാണുന്ന നിയന്ത്രിക്കുന്ന ഒരു ശക്തി. ആ ശക്തി എപ്പോഴും
നല്ലതിനു വേണ്ടി മാത്രമാണ്. ഞാൻ ഒരിക്കലും ഒരു മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുന്ന ഒരാളല്ല. ഞാനൊരു തീവ്ര ഹിന്ദുവാദിയും കാര്യങ്ങളും ഒന്നുമല്ല. എനിക്കുണ്ട് ഒരുപാട് മുസ്ലിം സഹോദരങ്ങള്, ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളുണ്ട്. മതം നോക്കി സംസാരിക്കുന്നതല്ല. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയാണ്. തീവ്രവാദം ഒരിക്കലും വെച്ചു പൊറുപ്പിക്കില്ല. തീവ്രവാദം ഈ ലോകത്തു നിന്ന് ഇല്ലാതാവണം, ലോക സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ഇന്ത്യൻ പൗരയാണ് ഞാൻ. എന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നതിൽ കൂടുതൽ പേര് മുസ്ലിങ്ങളുണ്ട്. അവരൊന്നും തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യാത്തവരൊന്നും. തീവ്രവാദികളെ എനിക്കിഷ്ടമില്ല. തീവ്രവാദം ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടതാണ്. അതിനുവേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇറാനിലെ സാധാരണ സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാർ മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നിട്ട് തെരുവുകളിൽ കൂടി നൃത്തം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം ആൾക്കാരായിട്ടുള്ള കുറെ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സാധാരണ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തിയില്ല. അവരൊക്കെ നമ്മുടെ സ്നേഹം, അവർക്കൊക്കെ നമ്മുടെ സ്നേഹമുണ്ട്, നമ്മളോട് അന്വേഷിക്കാറുണ്ട്, സേഫ് ആയിട്ട് ഇരിക്കുന്നു പറയേണ്ടത്. ഞങ്ങൾ ഒരിക്കലും തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്. ഇതുപോലെ മുസ്ലിം അറബ് കൺട്രീസിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു യുദ്ധത്തോടെ ഇറാനിയൻ ആൾക്കാർക്ക്, ഇറാനിയൻ ജനതയ്ക്ക് ഒരു മനോഹരമായ അവരാഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. ഇത് ഇപ്പൊ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഇസ്രയേലിലെ തീവ്രവാദ ഭരണാധികാരികളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഉന്മൂലനം ചെയ്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനാണ് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു ഈ ഒരു യാത്രയിൽ നമുക്കും ഒപ്പം പങ്കുചേരാം. എല്ലാവരും ലോകസമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ട യുദ്ധം ഒരിക്കലും ഒരു പരിഹാരമല്ല. പക്ഷേ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീതയില്. ഈ ഒരു യുദ്ധത്തിലൂടെയാണ് ലോകം സമാധാനം കൈവരേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഈ യുദ്ധം അനിവാര്യമാണ്. കാരണം തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യാൻ ഈ യുദ്ധം കൊണ്ട് കഴിയുമെങ്കിൽ തീർച്ചയായും ഈ യുദ്ധം വിജയിക്കേണ്ടതുണ്ട്. അതിന് ഇസ്രയേലിന്റെ കൂടെ നമ്മൾ നിൽക്കണം. ഇറാനിലെ സാധാരണക്കാരായ, വളരെ സാധാരണക്കാരായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതുപോലെ നമ്മളെല്ലാവരും പോലെ അടിയും പാടിയും ഒക്കെ ജീവിക്കേണ്ട ഒരു പറ്റം ജനത അസഹിഷ്ണുതയിലും അസംതൃപ്തിയിലും കഴിയുന്ന ഇറാനിലെ സാധാരണക്കാരായ വനിതകൾ, നമുക്കറിയാലോ, ഒരു 22 വയസ്സുള്ള ഒരു പെൺകുട്ടി ഹിജാബ് ധരിക്കാത്തതിന്റെ പേരില് അവളെ കൊന്നൊടുക്കിയതൊക്കെ നമ്മൾ കണ്ടതല്ലേ. നിങ്ങളൊക്കെ ചിന്തിക്കണം. ഈ മുസ്ലിം സുഹൃത്തുക്കളൊക്കെ കുറെ ആൾക്കാർ, ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ഇറാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാരും മുസ്ലിങ്ങളാണ്, നിങ്ങളുടെ സഹോദരങ്ങളാണ്. അവരനുഭവിക്കുന്ന അസഹിഷ്ണുതയും അസംതൃപ്തിയും നിങ്ങൾ കാണേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാധാരണക്കാരായ ഒരു സിവിലിയൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു പട്ടാളക്കാരൻ, ഇന്ത്യയിലെ ഒരു പട്ടാളക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിലെ ആരോ ഒരാൾ മരിച്ചൊരു ഫീലിംഗ് അല്ലേ നമുക്ക് ഉണ്ടാകുന്നത്. അതായത് ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള ഖമേനി മരിച്ചപ്പോൾ അവിടുത്തെ തെരുവുകളിൽ ആടിയും പാടിയും നൃത്തം ചെയ്യുന്ന ഇറാൻ ജനതയെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അത്രയും മോശപ്പെട്ട ഒരു ഭരണം കാഴ്ചവെക്കുന്ന, അത്രയും തീവ്രവാദ മനോഭാവം ഉള്ള ഒരാൾ മരിച്ചതിലാണ് അവരും മുസ്ലിങ്ങളാണ്, അവർ മറ്റു മതവിഭാഗക്കാരൊന്നുമല്ല. അവരത്രത്തോളം സന്തോഷിക്കുന്നത് അയാളുടെ ആ ഒരു വൃത്തികെട്ട ഭരണത്തിലുള്ള അസംതൃപ്തിയിലാണ്. അവരത്രത്തോളം അതിൽ പോയി ഇനിയെങ്കിലും ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടൂല്ലോ എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ എന്താണ് അത് ചിന്തിക്കാത്തത്? നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് ഞാൻ. നിങ്ങളുടെ കൂട്ടം ഞങ്ങളുടെ കൂട്ടം അങ്ങനെ പറയല്ല. ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരാണ് എന്നെ തെറി വിളിക്കുന്നത് കേട്ടോ. എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇവളുടെ തലയിൽ ഒരു മിസൈൽ വീണിട്ട് ചാവുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, ഞാനും ഒരു ഇന്ത്യക്കാരിയാണ്. എന്റെ ഭാരതത്തെ അധികം നെഞ്ചോട് ചേർക്കുന്ന, എനിക്ക് അന്നം തരുന്ന എന്റെ നാടിനെ നെഞ്ചോട് ചേർക്കുന്ന സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് ഞാൻ ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടില്ല. മുസ്ലിം മതത്തിനെതിരെയോ ക്രിസ്ത്യൻ മതത്തിനെതിരെയോ സംസാരിക്കുന്ന ഒരു തീവ്ര ഹിന്ദുവാദിയൊന്നും അല്ല ഞാനാ. എല്ലാ മനുഷ്യരും നമുക്ക് ഒന്നാണ്. ഇന്ത്യ എന്ന് പറയുന്ന എന്റെ ഭാരതം എപ്പോഴും എല്ലാ മതത്തെയും ചേർത്ത് നിർത്തി ഇന്ത്യ ഒരു സഹോദര രാഷ്ട്രമാണെന്ന് കരുതിയിട്ടാണ് നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു വരെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ എപ്പോഴും എന്റെ സഹോദര രാഷ്ട്രമാണെന്ന്. അതുപോലെ എല്ലാ ഇന്ത്യക്കാരെയും സഹോദരന്മാരും സഹോദരികളായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ. തീവ്രവാദത്തെ മാത്രമാണ് ഞാൻ എതിർക്കുന്നത്. തീവ്രവാദം നിങ്ങൾ ഇല്ലാണ്ടാക്കൂ, നമ്മുടെ രാജ്യത്തെ ലോക സമാധാനം നിലനിർത്തൂ. ഈ ഒരു യുദ്ധത്തിൽ, ഈ ഒരു ജൈത്ര യാത്രയിൽ നമുക്ക് ഇസ്രയേലിനൊപ്പം പങ്കാളികളാകാം. തീവ്രവാദം കൊണ്ട് ഈ ലോകത്ത് ആരും നന്നായ ചരിത്രമില്ല കേട്ടോ, ഒരാളും നന്നായിട്ടില്ല. പിന്നെ ഞങ്ങൾ നാട്ടിലെ ഈ
മാധ്യമങ്ങൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയുരാരോഗ്യ സൗഖ്യത്തോടെ ബെറ്റ്ഷമേഷ് എന്ന് പറയുന്ന ആ കെട്ടിടങ്ങൾ തകർന്നു വീണ സ്ഥലത്ത് നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വാർത്ത ലൈവായിട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. വെറുതെ നിങ്ങൾ പറഞ്ഞു വിട്ടിട്ട് അദ്ദേഹത്തിന് കുഴപ്പമുണ്ടാക്കാണ്ടിരുന്നാൽ മതി. നമ്മൾ പറഞ്ഞതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് കുഴപ്പമില്ല. അത്രയും ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അത്രയും മികവുറ്റതാണ്. അപ്പോ ബോലോ ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം, ജയ് ഇസ്രായേൽ. എത്രയും പറയാനുള്ളൂ.